പുതിയ നിയമ പഠനവേദി നയിക്കുന്നത് വന്ദ്യനായ ഡോക്ടർ റെജി മാത്യൂസ് അച്ഛനാണ്. ഇപ്പോൾ ഇവിടെ തിരുമേനി പ്രസ്താവിച്ച പോലെ തന്നെ നാഗ്പൂർ സെമിനാരിയുടെയും കോട്ടയം പഴയ സെമിനാരിയുടെയും പ്രിൻസിപ്പാളായും അധ്യാപകനായും ദീർഘകാലം സേവനമനുഷ്ഠിച്ച, പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും ഇപ്പോഴും വ്യാപൃതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട റെജി മാത്യൂസ് അച്ഛൻ ഈ ഇടവകയുടെ വികാരി കൂടിയാണ്. പാഠ്യപദ്ധതിയെപ്പറ്റി വിശദീകരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പുതിയ നിയമ പഠനവേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ആത്മീയ പിതാവായ അഭിമന്യ ഡോക്ടർ യൂഹാനൻ മാർ ക്രിസോസ്റ്റമസ് മെത്രാപ്പോലിത്ത തിരുമേനി, മലങ്കര സഭ അസോസിയേഷൻ സെക്രട്ടറിയും നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായ അഡ്വക്കേറ്റ് ബിജു മൻസാറ്, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായ ബഹുമാനപ്പെട്ട ജിജി വർഗീസ് അച്ഛൻ, ധരണഭദ്രാസന മർത്തമറിയ സമാജ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജോർജ് എം എബ്രഹാം അച്ഛൻ, മലങ്കര സഭാ മാനേജിംഗ് കമ്മിറ്റിയിൽ ധരണഭദ്രാസനത്തെ പ്രതിനിധീകരിക്കുന്ന പ്രിയപ്പെട്ട സജി മാമ്പ്രക്കുഴിയിൽ സാറ്, കടന്നു വന്നിരിക്കുന്ന വൈദിക സഹോദരങ്ങൾ ബഹുമാനപ്പെട്ട മാത്യൂസ് അച്ഛൻ, ബഹുമാനപ്പെട്ട സ്കറിയാച്ചൻ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഇത് വളരെ അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരു സാഹചര്യമാണ്. ഈ ഇടവകയിൽ കടന്നു വന്ന ഞാൻ 5-6 മാസമേ ആയുള്ളൂ. ആ സമയത്തിനുള്ളിൽ ഇവിടെയുള്ള യുവജന പ്രസ്ഥാനക്കാർ, ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ധാരാളം ആളുകൾ ഇവിടെ ഇല്ല. ആ ഉള്ള യുവജന പ്രസ്ഥാന പ്രവർത്തകരും മുൻകാലത്ത് ഇടവകയിലെ യുവജന പ്രസ്ഥാനത്തെ നയിച്ച സീനിയർ ഫ്രണ്ട്സും ഞങ്ങൾ ഒരുമിച്ചാണ് യുവജന പ്രസ്ഥാനമായി സമ്മേളിക്കുന്നത്. അവരുടെ ഒരു അഭ്യർത്ഥനയായിരുന്നു, പുതിയ നിയമ അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കൊരു വേദപഠനം നടത്തിത്തരാമോ എന്ന്. തീർച്ചയായും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതൊരു വലിയ പരിപാടിയായി ഒന്നും മനസ്സിൽ നിരൂപിച്ചിരുന്നില്ല. ഭദ്രാസനത്തിന് വേദ പഠനവേദി എന്ന് പറയുന്ന 2 വർഷക്കാലത്തെ പരിശീലന പദ്ധതി അവസാനിച്ചതേ ഉള്ളൂ. അതിൻ്റെ തുടർച്ചയൊക്കെ ഇനി ഉണ്ടാകാൻ പോകുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വേദ പഠനവേദി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഭിമന്യ തിരുമേനി ഈ പഠനത്തിന് നൽകിയ ഒരു കൽപ്പനയിൽ പറയുന്നത് പോലെ, ഈ ഇടവകയിൽ ഞാൻ ഉള്ളിടത്തോളം കാലം മാത്രം ആണ് ഇത് മനസ്സിൽ കരുതിയിരിക്കുന്നത്. അങ്ങനെയാണ് കൽപ്പിച്ച് അനുവദിച്ചു തന്നിരിക്കുന്നത്. എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ വേണം ഇത് സമ്മേളിക്കുവാൻ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു വലിയ സംഘം ആളുകളെ അല്ല പ്രതീക്ഷിക്കുന്നത്, മറിച്ച് ആത്മാർത്ഥമായി വേദപുസ്തകം പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും പ്രായമുള്ളവരും യുവജനങ്ങളും കുട്ടികളും. പക്ഷേ ക്രമമായി വന്ന് സംബന്ധിച്ച് ഈ പഠന പദ്ധതിയിൽ അംഗങ്ങളായി തീരുക, പ്രത്യേകിച്ച് ഒരു പരീക്ഷാ പദ്ധതിയോ സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ളതിനെപ്പറ്റി ഒന്നും മനസ്സിൽ ഒരു ധാരണയില്ല. തിരുമേനി ഇവിടെ സൂചിപ്പിച്ചല്ലോ, തിരുവചന പഠനത്തിൻ്റെ സാങ്കത്യം നമ്മളൊക്കെ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് വേദപുസ്തകം വായിച്ച് ആശയങ്ങൾ കൈമാറി ചർച്ച ചെയ്ത് സംശയങ്ങൾ ദൂരീകരിച്ച് പോകുക എന്ന് മാത്രമാണ് മനസ്സിലുള്ള ആഗ്രഹം. സെക്കൻഡ് സാറ്റർഡേ എന്ന് പറയുന്നെങ്കിലും നമ്മുടെ പലപ്പോഴും ആധ്യാത്മിക സംഘടനകളുടെ ഭദ്രാസന തല, കേന്ദ്രതല സമ്മേളനങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് മറ്റൊരു ശനിയാഴ്ചയിലേക്ക് മാറ്റിവെക്കണം എന്നും വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ അടുത്ത സമ്മേളനം ഇനി പാതിനോമ്പിന് ശേഷം ഇടവകളിലൊക്കെ വളരെയധികം പ്രവർത്തനങ്ങളൊക്കെ ആയതുകൊണ്ട് ഈസ്റ്ററിന് ശേഷമുള്ള ശനിയാഴ്ച ഏപ്രിൽ മാസം 26-ാം തീയതി 3 മണിക്കായിരിക്കും എന്ന് ഇപ്പോഴേ അറിയിക്കുകയാണ്.
പങ്കെടുക്കുന്ന ആളുകളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ കൂടെ ഈ കാര്യം മാത്രം, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വലിയ അപകടം, ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും നാട്ടിൽ കാണുന്ന എല്ലാ വാർത്തകളും ഇതിനകത്തിടുക, അതൊരിക്കലും ഉണ്ടാവുകയില്ല. അതിന് അഡ്മിനിസ്ട്രേറ്റർ മാത്രമായിരിക്കും അതിൽ എൻട്രിക്കുള്ള സ്വാതന്ത്ര്യമുള്ള ആൾ. ഇപ്പോൾ വേദപുസ്തക പഠനം സംബന്ധിച്ച്, പ്രത്യേകിച്ചും നമ്മൾ എടുത്ത് പഠിക്കുന്ന വേദഭാഗം സംബന്ധിച്ച് മാത്രമായിരിക്കും ചർച്ചകൾ എന്നുള്ളത് ഓർപ്പിക്കുന്നു. കുട്ടികൾ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ പഠിക്കുന്ന വേദഭാഗത്തെ സംബന്ധിച്ച് മുതിർന്നവരെ പോലെ അവർ ദീർഘസമയം ഇരുന്ന് അത് പഠിക്കാനും നോട്ട് കുറിക്കാനും ഒക്കെയുള്ള അതിനേക്കാൾ കൂടുതലായി ക്രിയാത്മകമായി നാം വായിക്കുന്ന വേദഭാഗത്തിൻ്റെ എന്തെങ്കിലും ചിത്രമത്സരമോ അതുപോലെയുള്ള എന്തെങ്കിലും ക്രമീകരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഈ ദൈവവചനം പതിഞ്ഞിരിക്കണമല്ലോ. 40 രാവും 40 പകലും ഉപവസിച്ച കർത്താവിനോട് നീ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ പിശാചിനോട് കർത്താവ് പറഞ്ഞ ഉത്തരം, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടുകൂടെയാണ് എന്നാണ്. അതുകൊണ്ട് ബാലികാബാലന്മാർക്കും യുവജനങ്ങൾക്കും നമുക്ക് കൈമാറി കൊടുക്കേണ്ട ഏറ്റവും പ്രാധാന്യമേറിയ സംഗതി ദൈവവചനമാണ്. അത് ഇളം പ്രായത്തിൽ തന്നെ കൈമാറി കൊടുത്താൽ അത് അവരുടെ ജീവിത അവസാനം വരെയും അവരെ നയിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള കുട്ടികളുടെ കലാപരമായ സൃഷ്ടികൾ ഈ വായിക്കപ്പെടുന്ന പഠിക്കുന്ന വേദഭാഗത്തെ ആസ്പദമാക്കിയുള്ളത് നടത്തുന്നതിൽ തെറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ബൈബിൾ ക്വിസ് പോലെ നമ്മൾ പഠിക്കുന്ന വേദഭാഗത്തെ സംബന്ധിച്ച് അതും ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ആദ്യമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാന് ഉണ്ടായ വെളിപ്പാട് പുസ്തകമാണ്. നമ്മുടെ സഭയിൽ അധികം വായിക്കപ്പെടാത്ത, അധികം പഠിച്ചിട്ടില്ലാത്ത ഒരു പുസ്തകമാണ് യോഹന്നാന് ഉണ്ടായ വെളിപ്പാട്. ഇതാരുടെ വെളിപ്പാടാണ് എന്നുള്ളത് തന്നെ നമുക്ക് തീർച്ചയില്ല. 1-ാം അധ്യായത്തിൽ അവിടെ വ്യക്തമായി പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. യോഹന്നാൻ്റെ വെളിപ്പാടല്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. ഇത് പിതാവാം ദൈവം യേശുവിന് വെളിപ്പെടുത്തി കൊടുത്തതാണ്. അതും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യേശുവിന് പിതാവാം ദൈവം വെളിപ്പെടുത്തി കൊടുത്ത സ്വർഗീയ രഹസ്യങ്ങൾ അടങ്ങിയ ദൈവവചനം യേശുക്രിസ്തു തൻ്റെ ദാസനും സാക്ഷിയും ഒക്കെയായ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അത് ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാന്മാർ എന്നാണ് 3-ാം വാക്യത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സൂചന കൂടെ അക്കൂട്ടത്തിൽ പറയുന്നുണ്ട്, സമയം അടുത്തിരിക്കുന്നു. ന്യായവിധി അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവിക രഹസ്യങ്ങൾ പിതാവാം ദൈവം യേശുക്രിസ്തുവിന് വെളിപ്പെടുത്തി കൊടുത്തത് യേശുക്രിസ്തു യോഹന്നാന് കൈമാറിക്കൊടുത്തു. യോഹന്നാൻ അത് തൻ്റെ ജനങ്ങൾക്ക് കൈമാറിക്കൊടുക്കുന്നു. ഈ ഒരു കൈമാറ്റം, ദൈവവചനത്തിൻ്റെ കൈമാറ്റം, അതിലടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്, അതൊക്കെ വിശദമായി ഈ പുസ്തകത്തിലുള്ളത് നമുക്ക് പഠിക്കേണ്ടി വരും. ഇപ്പോൾ ദീർഘമായി അതിനെ സംബന്ധിച്ചൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വൈദികരായ സഹോദരങ്ങളൊക്കെ ഇടവകയിൽ പോയി കുമ്പസാരം നടത്തുവാനും ഒക്കെ ധൃതി പിടിച്ച് ഇരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ പാഠ വിഷയം വെളിപ്പാട് പുസ്തകമായിരിക്കും. ഏപ്രിൽ മാസത്തിലേക്ക് വരുമ്പോഴേക്ക് 1-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചിട്ട് വരണം എന്നുള്ളത് ഇപ്പോഴേ ആവശ്യപ്പെടുകയാണ്. ഹോംവർക്ക് ഇല്ലാതെ ഒരു ക്ലാസ് നമുക്ക് മുൻപോട്ട് പോകാൻ ഒക്കുകയില്ലല്ലോ. ക്ലാസ് നോട്ട്സ് നിങ്ങൾ എഴുതുന്നത് പരിശോധിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കോമ്പസിഷനൊക്കെ എഴുതുന്നത് പോലെ അത് നിങ്ങൾ നോട്ട് കുറിച്ചാൽ അത് വായിക്കുന്നതിനും തിരുത്തുന്നതിനുമൊക്കെ സന്തോഷമേ ഉള്ളൂ. ചുരുക്കത്തിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ബൈബിൾ സ്റ്റഡിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഈ ഇടവകയിൽ ഇങ്ങനെ യുവജന പ്രസ്ഥാനം ഒരാശയം പറഞ്ഞപ്പോൾ
ഈ ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രത്യേകിച്ച് ട്രസ്റ്റി ജിജി പോൾ, സെക്രട്ടറി കുരുവിള ജോൺ, അവരൊക്കെ വലിയ പിന്തുണ ഇതിന് നൽകുന്നുണ്ട്. അവരെല്ലാം ഇതിൽ സന്നിഹിതരായിട്ടുണ്ട്. അതിൽ വളരെ നന്ദിയുണ്ട്. ഇടവകയിലെ ആധ്യാത്മിക സംഘടനകളുടെ ചുമതലക്കാർ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനൊക്കെയും വലിയ സന്തോഷവും നന്ദിയുമുണ്ട്. ഇത് നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ പ്രദേശത്തിനുമൊക്കെ പുതിയൊരു ഉണർവ് നൽകട്ടെ, പുതിയൊരു ദിശാബോധം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം. അഭിമന്യ തിരുമേനി വന്ന് ഇത് ഉദ്ഘാടനം ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെയധികം തിരക്ക് പിടിച്ച ദിവസങ്ങളായിരുന്നു. സുനോദോസിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിലും മറ്റനേകം കാര്യങ്ങളിൽ വ്യാപൃതരായി ഇരിക്കുന്ന സാഹചര്യത്തിലുമൊക്കെ വലിയ തിരക്കുള്ള തിരുമേനി ഇന്ന് ഇതിനായി സമയം മാറ്റിവെച്ചു. എല്ലാ പിന്തുണയും നൽകുന്നു. അതിൽ വലിയ സന്തോഷമുണ്ട്. ബിജു ഉമ്മൻ സാറ് ഒരാഴ്ചയെങ്കിലും വിശ്രമിച്ച് മതിയാവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ഉപദേശം. കാരണം മിനിഞ്ഞാന്ന് നടന്ന മാനേജിംഗ് കമ്മിറ്റി അദ്ദേഹം മലങ്കര സഭയുടെ ബജറ്റ് അവതരിപ്പിച്ചു. രാവിലെ തുടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി അവസാനിച്ചത് വൈകിട്ട് 7:20 അത്ര നേരം അവിടെ ഇരുന്ന് പല കാര്യങ്ങളിലും ഗൗരവമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു. മാത്രവുമല്ല, നമ്മുടെ നാടിന് അഭിമന്യ തിരുമേനിയും ബിജു മൻസാറും ഒക്കെ ഇടപെട്ട് ഒരു വലിയ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ഇരുപേരൂർ സെൻറ്റ് മേരീസ് ആശുപത്രിക്ക് മലങ്കര സഭയുടെ ബജറ്റിൽ 1 കോടി രൂപ വകകൊള്ളിച്ചിട്ടുണ്ട്. അതും നമുക്കൊക്കെ സന്തോഷം നൽകുന്ന കാര്യമാണ്. രണ്ടുപേരോടും പരിശുദ്ധ ബാബ തിരുമേനിയോടും ഒക്കെയുള്ള നന്ദി അക്കാര്യത്തിലും അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.